സിഎയുമായി ബന്ധപ്പെട്ട പ്രതിഷേധം കടുപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ. നിയമപോരാട്ടം തുടരുമെന്ന് നിയമപോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് പി രാജീവ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം പറഞ്ഞത്. മന്ത്രിസഭാ യോഗത്തിൻ്റെതായ തീരുമാനമാണ്. സുപ്രീം കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്തിരിക്കുകയാണെന്നും പി രാജീവ് അറിയിച്ചു. ഇതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സൂര്യഗായത്രി ചേരുകയാണ്. സൂര്യഗായത്രി, ഈ കേരളം നേരത്തെ പ്രമേയം പാസ്സാക്കിയിരുന്നതാണ് സിഎഎക്കെതിരെ. നേരത്തെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ, പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐ അടക്കമുള്ള കക്ഷികൾ നിയമപോരാട്ടം തുടങ്ങിയതാണ്. അതിൻ്റെ ഒരു തുടർച്ചയായി വിജ്ഞാപനം ഇറങ്ങിയതിന് ശേഷം നീങ്ങും സർക്കാർ തലത്തിൽ നിയമപോരാട്ടം അല്ലേ? എന്തൊക്കെയാണ് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ? അജിംഷാ, സിഎക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ നടക്കുമ്പോൾ നിയമപരമായും നിയമത്തിനെ നേരിടാൻ വേണ്ടി കേരള സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. സിഎ നിയമത്തിനെതിരെ കോടതിയിലേക്ക് സംസ്ഥാന സർക്കാർ പോവുകയാണ്. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമെന്ന് മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. സിഎ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നും അതിനാലാണ് നിയമപരമായി മുന്നോട്ട് പോകുന്നതെന്നുമാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അടിയന്തരമായി ഈ നിയമം നിർത്തിവെക്കാനുള്ള ഒരു സാഹചര്യമാണ് ഒരുക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. സിഐക്കെതിരെ എത്രയും പെട്ടെന്ന് തന്നെ കോടതിയിൽ ഹർജി നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ കോൺഗ്രസിനെ വിമർശിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും മന്ത്രി ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. സിഎ കേസുകൾ പിൻവലിക്കുന്നതല്ല ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സിഎ നിയമം തന്നെ പിൻവലിക്കുന്നതിനുള്ള നിയമങ്ങളുമായി മുന്നോട്ട് പോകുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ കോൺഗ്രസുകാർ ശ്രദ്ധ പുലർത്തണം എന്നടക്കമുള്ള വിമർശനങ്ങളും മന്ത്രി ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും സുപ്രീം കോടതിയിൽ സർക്കാർ സ്യൂട്ട് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് ഹർജി നൽകി ഈ നിയമം പിൻവലിക്കണം, നിയമം നിർത്തലാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നത്. അതേസമയം തന്നെ സംസ്ഥാനത്ത് ഒട്ടനവധി പ്രതിഷേധ പരിപാടികളും ഇതിനോടകം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയും ഒക്കെ ഇന്നലെ തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട്. അതേ തുടർന്നാണ് ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാരും നിയമപരമായി മുന്നോട്ട് പോകാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. സിഎ നിയമത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളും ഒപ്പം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാജ്ഭവൻ മാർച്ച് നടക്കുന്നുണ്ട്. അത്തരത്തിൽ സിഐക്കെതിരെ സംസ്ഥാനത്ത് വ്യാപകമായി പ്രതിപക്ഷവും അതുപോലെ തന്നെ ഭരണപക്ഷവും എതിർപ്പുകൾ ഉയർത്തുന്നതിനോടൊപ്പം തന്നെ നിയമപരമായും ഇതിനെ നേരിടുന്നതിലേക്കുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അജിൻഷാ.